ബെഞ്ചിലാണ് ബ്രസീൽ, ബെഞ്ചിലാണ് നെയ്മർ. അർജന്റീനയുടെ മെസ്സിക്ക് ഇനി ഒന്നും നേടാനില്ല. ഇത്ര ആൾക്കാർ ബ്രസീലിന്റെ ടീമായിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ബ്രസീലിലേക്ക് പോർച്ചുഗലാണല്ലോ. പോർച്ചുഗലല്ലേ ഞാൻ ബ്രസീലിന്റെ തുടങ്ങിയുള്ളൂ. ഇത്തവണത്തെ വേൾഡ് കപ്പിന് ആവേശം കുറവാണെന്ന് പലരും പറഞ്ഞു. അങ്ങനെ കൊച്ചിയിലെ ആവേശം കുറവാണെന്ന് നമുക്ക് കുറുമശ്ശേരിക്കാരോട് ചോദിക്കാം. ആവേശം കുറവാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ്? ഒരിക്കലുമില്ല. ഈ തവണ എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണേക്കാൾ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് കുറുമശ്ശേരി ഒരുക്കിയത്. പ്രത്യേകിച്ച് കുറുമശ്ശേരിയിലെ ക്ലബ്ബാണ് ഇത് ഏറ്റെടുത്ത് നടക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങളായിട്ട് ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു 10-20-30 വർഷത്തോളം 3 പതിറ്റാണ്ടിലേറെ കാലമായി കുറുമശ്ശേരിയെ വരവേൽക്കുന്നത് ഓരോ വേൾഡ് കപ്പിനെയും വളരെ ആവേശത്തോടുകൂടിയാണ്. പക്ഷേ ഈ തവണ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഒളിമ്പിയ ഒരു പടുകൂറ്റൻ സോങ് കൂടി ഇറക്കിയിട്ടാണ് ഈ തവണ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണുന്ന ഫ്ലെക്സുകളും ഇവിടുത്തെ മറ്റ് അലങ്കാരങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഈ കുറുമശ്ശേരി എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ ഒരു പടുകുഴിയിൽ നിന്ന് വന്നൊരു നാടാണ്. സാധാരണ കൂലിപ്പണിക്കാരും അതോടൊപ്പം തന്നെ കൊച്ചു ചെറുകിട സ്ഥാപനങ്ങളുമുള്ള ഒരു പ്രദേശമായിരുന്നു. 17 ശേരികളിൽ ഒരു ശേരിയാണ് കുറുമശ്ശേരി. ഈ പ്രദേശം എന്ന് വെച്ചാൽ എല്ലാവരും ഒത്തുചേരുന്നത് വൈകുന്നേരങ്ങളിലാണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഒത്തുചേരുമ്പോൾ ഈ ഗ്രൗണ്ടാണ് എല്ലാവരും ഒരു സന്തോഷവും ആശ്രയമായി വരുന്നത്. 30-35 വർഷത്തിന് മുമ്പ് AKG ടൂർണമെൻറ്റിലൂടെയാണ് കുറുമശ്ശേരിയുടെ ആവേശം വരുന്നത്. ആ ആവേശത്തിലൂടെ വന്ന് പിന്നെ എല്ലാ തവണയും ഒളിമ്പിയാഡ് ഏറ്റെടുത്ത് വർഷം തോറും ഫുട്ബോളിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാ ഓണം വിഷു കാലങ്ങളിലെല്ലാം അത് നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി വേൾഡ് കപ്പ് വരികയും അത് കുറുമശ്ശേരി ഇരു കൈ നീട്ടി കുറുമശ്ശേരി മാത്രം നമ്മുടെ ഈ സമീപപ്രദേശത്തുള്ള ഒട്ടുമിക്ക ക്ലബ്ബുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങളത് ഭയങ്കര ഒരു ആഘോഷമാക്കി മാറ്റി. ഞാൻ പല പ്രായത്തിലുള്ള നെയ്മറിനെ കണ്ടു. ഇവിടെ ഒരൊറ്റ മെസ്സിയെ പോലും കണ്ടില്ലേ. ഇവിടെ അർജന്റീന ഫാൻസ് ഇല്ലേ? ഉണ്ട്. അർജന്റീന ഫാൻസ് ഉണ്ട്. ഇവിടെ എല്ലാ ടീമിന്റെയും ഫാൻസ് ഉണ്ട്. ആര് കപ്പടിക്കും പ്രാവശ്യം? നെയ്മർ. അപ്പൊ ഞാൻ എന്റെ പാട്ട് കേട്ടിട്ടുണ്ട്. പാട്ട് കേട്ടിട്ടുണ്ട്. റൊണാൾഡോന്റെ ഈ പ്രാവശ്യം ഞങ്ങൾ ബ്രസീലുകാർ ജയിച്ചിരിക്കും. ചേട്ടൻ എത്ര വർഷമായി ഇപ്പൊ ഇവിടെ ഈ ക്ലബ്ബിൽ വരാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് ഒരു 60-64 വയസ്സ് എനിക്കായിരുന്നു. ഗ്രൗണ്ടിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്. ഈ ഗ്രൗണ്ടിന് ഭയങ്കര ഫുട്ബോൾ ഭ്രാന്തന്മാരാണ് കുറുമശ്ശേരിക്കാർ, പെണ്ണുങ്ങൾ ഉൾപ്പെടെ. അതായത് അമ്മമാരും. എൻ്റെ അമ്മയൊക്കെ ഇരുന്ന് വേൾഡ് കപ്പ് ഫൈനൽ കണ്ടെന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരാളും വിശ്വസിക്കില്ല. ഒരാൾ പറഞ്ഞാലും വിശ്വസിക്കില്ല. കാരണം അതങ്ങനെയാണ്. അത് ഇവരുടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ പരിപാടി നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ പറയും ഇവിടെ ഏറ്റവും കൂടുതൽ ആണുങ്ങളുടെ ഒപ്പം തന്നെ നിന്ന് ഇവിടുത്തെ അമ്മമാരും ചേച്ചിമാരും ചേട്ടൻ അവരൊക്കെയാണ്. ഇവിടെ പെണ്ണുങ്ങൾക്കും ഒരു ഫുട്ബോൾ ഒരു ഹരം തന്നെയാണ്. നിങ്ങളൊക്കെ ഏ ടീമാ? ബ്രസീൽ. എല്ലാവരും ബ്രസീലാണോ? ഈ പോർച്ചുഗലാണല്ലോ. പോർച്ചുഗലല്ലേ ഞാൻ ബ്രസീലിന്റെ തുടങ്ങിയുള്ളൂ. ഓക്കെ, ആരായിരിക്കും കപ്പടിക്കണേ? നെയ്മർ കളിക്കാറങ്ങണ്ടെങ്കിൽ നെയ്മർ ബ്രസീൽ തന്നെ ജയിക്കുള്ളൂ. നെയ്മർ ഇറങ്ങിയില്ലെങ്കിലോ? നെയ്മർ ഇറങ്ങിയില്ലെങ്കിലും ബ്രസീലിലേക്കുള്ളൂ. ഈ ജംഗ്ഷനിലൊക്കെ ബ്രസീലിന്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് കാരണം ബ്രസീൽ തന്നെ ജയിക്കുള്ളൂ. അത് കാരണം ബ്രസീൽ ജയിക്കുള്ളൂ. അപ്പം ഞങ്ങളുടെ നാട്ടിന് വേണ്ടി തന്നെ ചെയ്യുന്ന പരിപാടികളാണ് എല്ലാവരും. അത് പൈസ ഇതൊന്നും നോക്കിയിട്ടല്ല, ഞങ്ങളുടെ കയ്യിൽ നിർത്തി ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, ഞങ്ങളുടെ കുറുമശ്ശേരിക്കാരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് എല്ലാവരും. ബെഞ്ചിലാണ് ബ്രസീൽ, ബെഞ്ചിലാണ് നെയ്മർ. ആദ്യം ഇറങ്ങാൻ നോക്ക്. ഇനി ഒരു ബോർഡ് കൂടി ഞങ്ങൾക്ക് കയറ്റാനുണ്ട്. ഇന്നലെ കയറ്റാൻ പറ്റിയില്ല. ഇനി ബോർഡ് കയറ്റാനുണ്ടോ? ഒരു ബോർഡ് അവിടെ കയറ്റാൻ കിടക്കാല്ലേ. ഇതുപോലത്തെ മെസ്സിയുടെ അല്ല, അത് മറ്റേ പോർച്ചുഗലിൻ്റെ ഒരു ബോർഡ് വലുതായിട്ട് കയറ്റാനുണ്ട്. ഇന്നലെ പിള്ളേർ പറഞ്ഞതിൻ്റെ 12 മണി 1 മണി ആയിട്ടാണ് ഈ ബോർഡ് കയറ്റിയത്. ആവേശമൊന്നും പറയാനില്ല. 1 മടങ്ങല്ല, 2 മടങ്ങല്ല, 3 മടങ്ങല്ല, 4 മടങ്ങാണ്. പക്ഷേ ഈ തവണ ഞാൻ പറയുന്നോർത്തഞ്ഞ് ഒന്നില്ലെങ്കിൽ പോർച്ചുഗൽ അല്ലെങ്കിൽ ബ്രസീൽ. എന്താണെന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ മെസ്സിക്ക് ഇനി ഒന്നും നേടാനില്ല. 8 പ്രാവശ്യം പുള്ളി ലോകത്തിലെ നമ്പർ 1 ആയതാണ്. ഇപ്പം നേടാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റൊണാൾഡോ പോർച്ചുഗലിൻ്റെ, പിന്നെ ഒന്ന് നെയ്മർ. ഇവർ രണ്ടുപേരും മാത്രം ഒന്നും നേടാതെ നിൽക്കണത്. ഈ സ്കൂട്ടറിൽ എന്താ ഇങ്ങനെ സ്കൂട്ടറിൽ ഞാൻ കഴിഞ്ഞ വർഷം ഇതല്ല മൊത്തം ഇതുപോലെ അർജന്റീനയുടെ ഇതായിരുന്നു അടിച്ചത്. ഈ കൊല്ലം ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മാസമേ ഉള്ളൂ. ഞങ്ങളിവിടെ ബ്രഷ് ഞാൻ ബ്രഷ് കൊണ്ട് എല്ലാ തവണയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ മുകളിൽ പാലഭിഷേകമുണ്ട്.
ഞങ്ങൾ മാത്രം അർജന്റീനക്കാർ മാത്രമേ ചെയ്യുള്ളൂ. 4 വർഷമായിട്ട് 4 പ്രാവശ്യമായിട്ട് പാലാഭിഷേകം ചെയ്യല് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നെയ്മറിന്റെ ചെയ്യായിരിക്കും. നെയ്മറിന് പാലാഭിഷേകം ചെയ്യുന്ന ആള് നാളെ കാണാം. നെയ്മറിന് പാലാഭിഷേകം ചെയ്യുന്ന ആള് എല്ലാം പറയണ ബ്രസീലായിക്കോളൂ. ബ്രസീലേക്കാണ് ഇവരെ. ഓക്കെ ബ്രസീൽ മാത്രം ജയിക്കുള്ളൂ. ബ്രസീൽ ജയിക്കുള്ളൂ.